ന്യൂസ് ഡീകോഡിലേക്ക് വിശദമായി. ഓരോ കാലവർഷം എത്തുമ്പോഴും വയനാട്ടുകാർക്ക് ആധിയാണ്. അതൊന്ന് പെയ്ത് തീരുമ്പോഴേക്കും പ്രിയപ്പെട്ടവരിൽ എത്ര പേർ ബാക്കിയുണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പില്ല. മനുഷ്യരുടെ നഷ്ടത്തെക്കുറിച്ചായിരുന്നു 2024 വരെ അവരുടെ ആധിയെങ്കിൽ പിന്നീട് ഓരോ കാലവർഷം വരുമ്പോഴും ഏതൊക്കെ നാടുകൾ ബാക്കിയുണ്ടാകുമെന്നതായി ആധി. അതിന് കാരണം അന്നൊരു രാവിൽ ഈ ഭൂമിയിൽ അവർക്കൊപ്പമുണ്ടായിരുന്ന 3 നാടുകളാണ് മണ്ണാഴങ്ങളിലേക്ക് മറഞ്ഞുപോയത്. 2 ആണ്ട് കഴിഞ്ഞ് വീണ്ടും ഒരു കാലവർഷം വരുമ്പോഴും ആധിയായിരുന്നു അടുത്ത ഊഴം ആരുടേതാണെന്ന്. ഇന്ന് വീണ്ടും നമ്മൾ ഞെട്ടി. ഇക്കുറി പ്രകൃതിയെ മാത്രം കുറ്റം പറഞ്ഞ് ആശ്വസിക്കാൻ നമുക്ക് വകയില്ല. കള്ളാടിയിലെ മണ്ണിടിച്ചിൽ നമ്മുടെ നാശത്തിനായി നമ്മൾ ഉണ്ടാക്കിയതാണ്. ഒറ്റ രാവിൽ ഒരു നാടപ്പാടെ മണ്ണാഴങ്ങളിലേക്ക് മറഞ്ഞുപോയ ചൂരൽമലയിലേക്കുള്ള വഴിയിൽ കള്ളാടിയിൽ റോഡിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണിനടിയിൽ എവിടെയോ 5 മനുഷ്യരുണ്ട്. അവരിൽ ജീവൻ ബാക്കിയുണ്ടോ അതോ മണ്ണിൽ പൊലിഞ്ഞു പോയ വയനാട്ടുകാരുടെ കൂട്ടത്തിൽ ഈ 5 ഇതര സംസ്ഥാനക്കാരെയും പെടുത്തേണ്ടി വരുമോ എന്ന അങ്ങേയറ്റം വിഷമവും സങ്കടവും നിറഞ്ഞ ചോദ്യങ്ങൾ ബാക്കിയാകുന്ന മണിക്കൂറുകളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് കള്ളാടിയിലുണ്ടായ ദുരന്തം എങ്ങനെയാണ് മനുഷ്യനിർമ്മിതമാകുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, നമ്മൾ വിശദമായി നോക്കുകയാണ്. യെസ്, നോക്കൂ, ആ ചിത്രത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുമ്പോൾ ഇന്ന് 11:15 മുമ്പുള്ള ആ വർക്ക് സൈറ്റാണ്. എന്ന് വെച്ചാൽ കള്ളാടിയിൽ നിന്നാണ് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപ്പാത വയനാട്ടിൽ ചെന്നെത്തുന്നത്. ഈ ഭാഗത്തായിട്ടാണ്, കള്ളാടിയിലാണ്. അവിടെ ഇന്ന് 11:15 മുമ്പുള്ള ചിത്രമാണത്. നോക്കൂ, പച്ചപ്പും ഇപ്പുറത്തൊരു മലയും എല്ലാം കൂടി വലിയ അല്ലലൊന്നുമില്ലാത്ത, വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരിടമായി നമുക്ക് 11:15 മുമ്പുള്ള ചിത്രത്തിൽ കാണാം. അവിടെ മീനാക്ഷി പാലമുണ്ട്, കള്ളാടി എന്ന് കാണാം. മേപ്പാടി ചൂരൽമല റോഡാണ് ആ പോകുന്നത്. മേപ്പാടി ചൂരൽമല റോഡിനോട് ചേർന്നാണ് മീനാക്ഷി പാലം ഉള്ളത്. അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് തുരങ്കപ്പാതയുടെ വർക്ക് സൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ന് 11:15 മുമ്പുള്ള ചിത്രം. യെസ്, ഇനി എന്തൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് എന്ന ചിത്രത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. യെസ്, തുരങ്കപ്പാത റോഡ് നിർമ്മാണം അവിടെ ആരംഭിക്കുന്നത് എന്നാണ്, എങ്ങനെയായിരുന്നു അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ എന്നതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. 2025 ഓഗസ്റ്റ്, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസമാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്ററാണ് പദ്ധതിയുടെ ദൈർഘ്യം. ഇതിൽ കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് കള്ളാടിയിലെ മീനാക്ഷിപ്പാലം വരെ 8.11 കിലോമീറ്ററാണ് തുരങ്കം. മേപ്പാടി കള്ളാടി ചൂരൽമല സ്റ്റേറ്റ് ഹൈവേയുമായിട്ടാണ് തുരങ്കപ്പാതയെ ബന്ധിപ്പിക്കുന്നത്. 2 വശങ്ങളിലും ഒരേ സമയമാണ് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. ആനക്കാംപൊയിലിൽ മല തുരക്കുന്ന പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കള്ളാടിയിൽ തുരക്കൽ തുടങ്ങിയിട്ടില്ല, മറിച്ച് അപ്രോച്ച് റോഡിന്റെ പണിയാണ് നടക്കുന്നത്. ഈ റോഡിനായി മലയിടിച്ച മണ്ണ് അവിടെ കൂട്ടിയിട്ടിരുന്നു. ഒപ്പം തുരക്കുന്ന ഭാഗത്ത് കുന്ന് ഇടിയാതിരിക്കാൻ ഒരു കോൺക്രീറ്റ് മതിലും കെട്ടിയിട്ടുണ്ട്. ഇത്രമാത്രമാണ് അവിടെ ഇതുവരെ ഈ തുരങ്കപ്പാതയുമായി ബന്ധപ്പെട്ട് നടന്ന നിർമ്മാണ പ്രവൃത്തി എന്ന് പറയുന്നത്. യെസ്, പിന്നീട് എന്ത് സംഭവിച്ചു? 2 ആഴ്ച മുമ്പ് അവിടെ ആ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് ഒരു മണ്ണിടിച്ചിൽ നടന്നു. നിർത്തിവെക്കാൻ ഒരു ഉത്തരവും ഉണ്ടായി. എന്ന് വെച്ചാൽ ഈ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കൂമ്പാരമായി കൂട്ടിയിട്ട മണ്ണ് മാറ്റാൻ നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ആവശ്യപ്പെട്ടതിന് പശ്ചാത്തലം കൂടി ഇതായിരുന്നു. 2 ആഴ്ച മുമ്പ് മണ്ണിടിയുന്നു, നിർത്തിവെക്കാനൊരു ഉത്തരവ് വരികയാണ്. ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് മന്ത്രി സിദ്ദീഖും കലക്ടറും പങ്കെടുത്ത യോഗത്തിൽ കരാർ കമ്പനിയായ കൊങ്കൺ റെയിൽവേക്ക് നിർദ്ദേശം നൽകുന്നു ആ മണ്ണ് അവിടെ നിന്ന് വേഗത്തിൽ മാറ്റണമെന്ന്. കഴിഞ്ഞ മാസം 20-ന് ഇത് സംഭവിച്ച് ഉത്തരവും പുറത്തിറക്കി. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്ന നിർദ്ദേശം പൊതുമരാമത്ത് വകുപ്പും നൽകിയിരുന്നു. ഇതിനാവശ്യമായ തുക കരാർ കമ്പനി നിർവഹിക്കണമെന്നും കഴിഞ്ഞ മാസം 25-ന് തീരുമാനിച്ചതാണ്. മണ്ണ് മാറ്റിയിടാൻ അനുയോജ്യമായ സ്ഥലം തീരുമാനിക്കാൻ ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയതുമാണ്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും അവിടെ നടപ്പായില്ല എന്നതാണ്. പിന്നീട് സംഭവിച്ചത് അതിതീവ്ര മഴ. ഈ ദുരന്തമുണ്ടാകുന്നതിന് മുമ്പെയുള്ള 24 മണിക്കൂറിൽ, എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 11:15 മുമ്പെയുള്ള 24 മണിക്കൂറിൽ കനത്ത മഴയാണ് ആ മേഖലയിൽ ആകെ പെയ്തത്. 225 മില്ലിമീറ്ററോളം മഴയാണ് പെയ്തിറങ്ങിയത്. ശക്തമായ മഴ മലനിരകളിലെ മണ്ണിന്റെ ഘടനയെ ദുർബലപ്പെടുത്തി. പിന്നീട് എന്ത് സംഭവിച്ചു? 11:15 AM സംരക്ഷണ ഭിത്തി പൊട്ടുന്നു, മുന്നിലുള്ള മൺകൂനയും പൊട്ടുന്നു. തുരങ്കപ്പാത പോകേണ്ട മലയോട് ചേർന്ന് നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിക്കുള്ളിൽ വെള്ളവും മണ്ണും നിറഞ്ഞ് പുറത്തോട്ട് തള്ളുന്നു. കോൺക്രീറ്റ് ഭിത്തി പൊട്ടി വെള്ളം പുറത്തേക്ക് ഒഴുകുന്നു. പുറത്ത് കൂട്ടിയിട്ടിരുന്ന മണ്ണുകൂടി താഴേക്ക് ഒലിച്ചിറങ്ങുന്നു. തുരങ്ക നിർമ്മാണ കമ്പനിയിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന
ക്യാമ്പുകളാണ് താഴെ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പുകൾക്ക് മുകളിലേക്കാണ് ടൺ കണക്കിന് മണ്ണും ചളിയും ഇരച്ചെത്തിയത്. റോഡ് സൈഡിൽ ഉണ്ടായിരുന്ന ഒരു വീടും ബസ് സ്റ്റോപ്പും പള്ളിയും പൂർണ്ണമായി മണ്ണിനടിയിലായി. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഒരു ടൂറിസ്റ്റ് ബസ് പുഴയിലും എത്തിയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്താണ് അതിൻ്റെ ആഘാതം? 3 മരണവും മണ്ണിനടിയിൽ 5 പേരും. മഴ കൂടിയതിനാൽ നിർമ്മാണ പ്രദേശത്ത് ജോലിക്കാർ വളരെ കുറവായിരുന്നു. തുരങ്കപ്പാത നിർമ്മാണ ജോലിക്കാരും പ്രദേശത്തുണ്ടായിരുന്നവരുമാണ് മണ്ണിനടിയിൽ പെട്ടുപോയത്. വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങി. ആളുകൾ നോക്കി നിൽക്കെയാണ് ബസ്സും ലോറിയും ഒലിച്ചു വന്നത്. 2 പേർ ലോറിക്കടിയിലേക്ക് വീണെങ്കിലും ചെളിയിൽ പുതഞ്ഞ് രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. 3 പേരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേരും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നാണ് അനുമാനം. പേര് വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. 5 പേർ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. ഇവരെ കണ്ടെടുക്കാനുള്ള തെരച്ചിൽ തുടരുകയാണ്. മഴ തുടരുന്നത് തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ അപകടത്തിനും ദുരന്തത്തിനും ശേഷമുള്ള കള്ളാടിയാണ്. നമ്മൾ ഈ തുടക്കത്തിൽ കാണിച്ചത് ഇന്ന് 11:15 മുമ്പുള്ള കള്ളാടിയാണ്. അവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ചുവന്ന കളർ അത്രയധികം കാണാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം നമ്മൾ കണ്ടത് അതിന് ശേഷമുള്ള കള്ളാടിയാണ്. ഇനി നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തം, ഇതൊരു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അന്ന് അവിടെ ഈ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് കൂട്ടിയിട്ടപ്പോൾ തന്നെ നാട്ടുകാർ പരാതിപ്പെട്ടതാണ്. ഈ മണ്ണ് ഇങ്ങനെ മൺകൂനയായി അവിടെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കാലവർഷം വരുമ്പോൾ, കനത്ത മഴ പെയ്യുമ്പോൾ ഇത് ഒലിച്ചിറങ്ങും. ഒരുപക്ഷെ റോട്ടിലേക്കും പാലത്തിലേക്കും അടിയിലൂടെ പോകുന്ന പുഴയിലേക്കും എങ്ങനെ ഒലിച്ചിറങ്ങിയാലും അത് നാട്ടുകാരുടെ ജീവിതത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളികൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ മണ്ണ് അവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ പ്രത്യേക യോഗം വിളിച്ചുകൊണ്ട് ഈ നിർമ്മാണ കമ്പനിയായ കൊങ്കൺ റെയിൽവേസിനോട് അത് വേഗത്തിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. അവർ ചെയ്തില്ല. അപ്പോൾ നാട്ടുകാർ അവരുടെ പരാതി വേണ്ട ഇടങ്ങളിലൊക്കെ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളും അവർ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. മീഡിയ വണ്ണും അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസം 19 നാട്ടുകാരുടെ പരാതി അനുസരിച്ച് ഞങ്ങളുടെ പ്രതിനിധി ഫൈസൽ നെടുമ്പാലി വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് ഒന്ന് വേഗത്തിൽ കണ്ടുവരാം. സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വികസന പദ്ധതികളിൽ ഒന്നായ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്ത് നിന്ന് മണ്ണും ചെളിയും പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. വയനാട് കള്ളാടി പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിനുൾപ്പെടെ പുഴയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. പുഴ മലിനമാകാതെ പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. വയനാടിന്റെ യാത്രാ പ്രശ്നത്തിന് ഏറ്റവും വലിയ പരിഹാരമാർഗമായാണ് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. പാത അവസാനിക്കുന്ന കള്ളാടി ഭാഗത്തെ പദ്ധതി പ്രദേശത്തെ കൂട്ടിയിട്ട മണ്ണും ചെളിയും വ്യാപകമായി പുഴയിലേക്ക് എത്തുന്നതാണ് നാട്ടുകാർക്കിപ്പോൾ ദുരിതമാകുന്നത്. അവിടെ അത്രത്തോളം മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മണ്ണ് എന്തായാലും ചാലിലൂടെ ഒലിച്ച് പുഴയിലേക്ക് വരുമെന്നുള്ള ഒരു ലോജിക്ക് എല്ലാവർക്കും അറിയാം. അതിന് എഞ്ചിനീയർ ആവണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും വേണ്ട. ഒരു സാധാരണ ഒരു ബോധമുള്ള ഒരാൾക്ക് അത് മനസ്സിലാവും. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോഴാണ് 1,00,000 ലിറ്റർ വെള്ളം ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നത്. അത് ഈ മണ്ണ് ചളി കംപ്ലീറ്റ് പുഴയിൽ വന്നടിഞ്ഞ് ഓരോരുത്തരുടെ മോട്ടറിൻ്റെ ഉള്ളിലും ടാങ്കിൽ വരെ ചളി കയറിയതിന് ശേഷം പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനുൾപ്പെടെ പുഴയെയാണ് ആശ്രയിക്കുന്നത്. വേനൽ മഴയിൽ ചെളി ഒലിച്ചു വന്ന് പുഴ മലിനമായതോടെ കുടിവെള്ളം പ്രതിസന്ധിയിലായി. ഏകദേശം 10-60 കുടുംബങ്ങൾ കുടിക്കുന്ന വെള്ളം ആ പുഴയിലൂടെ, മീനാക്ഷി എന്ന് പറയുന്ന പുഴയിലൂടെയാണ് ഈ മണ്ണും ചെളി അടങ്ങുന്ന വെള്ളത്തിലൂടെയാണ് ഈ മണ്ണ് മുഴുവൻ ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ കുടിക്കുന്ന വെള്ളം കൂടെയാണ്. പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. നിലവിൽ തുരങ്കപാതൻ്റെ ആളുകൾ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. താൽക്കാലികമായി ടാങ്കറിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്നതാണ് ആവശ്യം. ഇപ്പോൾ നിരന്തരം ചളിയായിട്ട് നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത്. അതിനൊരു അടിയന്തരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ഒരു ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആളുകളൊക്കെ കൂടി ഒരു തീരുമാനം എടുത്ത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മണ്ണും ചെളിയും പുഴയിലേക്ക് ഒഴുകാത്ത തരത്തിൽ ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലത്തിന് മുമ്പ് പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയായിരിക്കും നേരിടുക. വയനാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഏറ്റവും പ്രധാനമായ പദ്ധതി തന്നെയാണ് തുരങ്കപാത. എന്നാൽ പദ്ധതി പ്രദേശത്തെ മണ്ണും ചെളിയും
പുഴയിലൂടെ ഒഴുകി പ്രദേശത്തെ കുടുംബങ്ങളുടെ കുടിവെള്ളത്തിനാണ് ഇപ്പോൾ പ്രതിസന്ധിയായിരിക്കുന്നത്. പദ്ധതി തടസ്സം വരാതെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1, വയനാട്. യെസ്, അപ്പോൾ ഇന്ന് ജൂലൈ 7 1.5 മാസം മാത്രം മുൻപ് മെയ് 19 മീഡിയ 1 ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഫൈസൽ നെടുമ്പാലയുടെ റിപ്പോർട്ടിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, വലിയൊരു ദുരന്തം അവിടെ കാത്തിരിപ്പുണ്ട് എന്നതിൻ്റെ സൂചനകൾ നൽകിയതാണ്. ആ സൂചനകൾ പക്ഷേ ചെല്ലേണ്ടിടത്തൊന്നും എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കലക്ടർ അടക്കമുള്ള അധികൃതരൊക്കെ ആ മണ്ണ് അവിടെ നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ കൊങ്കൺ റെയിൽവേസ് എന്ന നിർമ്മാണ കമ്പനി അവർ ചെയ്യേണ്ടിയിരുന്ന വലിയ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് നിർബന്ധമായി നിർവഹിപ്പിക്കേണ്ട ബാധ്യത ആർക്കാണ് ഉണ്ടായിരുന്നത്, അവരുടെ ഭാഗത്തും വീഴ്ച പറ്റി. എവിടെയൊക്കെയോ വീഴ്ച പറ്റി. ആ വീഴ്ചയുടെ ഇരകളായി 5 പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്. 3 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവേറെയായിട്ടും തെരച്ചിൽ നിർത്തിയിട്ടില്ല. എന്ന് വെച്ചാൽ അവിടുത്തെ മണ്ണ് പൂർണ്ണമായും നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ആളുകൾ എവിടെയാണ്, മണ്ണാഴങ്ങളിൽ എവിടെയോ ആ മനുഷ്യരുണ്ട്. പക്ഷേ ആ സ്പോട്ട് കൃത്യമായി മനസ്സിലാക്കാൻ ഇപ്പോഴും രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല. മുഴുവൻ മണ്ണ് നീക്കിയാൽ മാത്രമേ അവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അവരിൽ ആരെങ്കിലും ഇപ്പോഴും ജീവൻ്റെ തുടിപ്പ് ബാക്കി ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം മണിക്കൂറുകളേറെയായി മണ്ണിനടിയിൽ പുതഞ്ഞുപോയ മനുഷ്യരാണ്. ജീവനോടെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ മുണ്ടക്കൈയും ചൂരൽമലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് സാമ്യതകളുണ്ട് ഈ ദുരന്തത്തിനും. എന്ന് വെച്ചാൽ അവിടെയും ഒരു പാലമുണ്ടായിരുന്നു ചൂരൽമലയിൽ. ആ പാലം ആ മലവെള്ളപ്പാച്ചിലിൻ്റെ തുടക്കത്തിൽ തന്നെ തകർന്നു പോയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ചൂരൽമലയിലെ പാലം തകർന്നു പോയിരുന്നു. പിന്നീട് സൈന്യമെത്തിയാണ് അവിടെ ഒരു ബെയിലി പാലം ഉണ്ടാക്കിയത്. അവിടെയും ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴ ഭീകരരൂപിയായി ആർത്തലച്ചു വന്നാണ് 2 നാടിനെ അപ്പാടെ തൂത്തെറിഞ്ഞത്. അവിടെ പുന്നപ്പുഴയായിരുന്നെങ്കിൽ ഇവിടെയും ഒരു പുഴയുണ്ട്. അങ്ങനെ കുറേ സാമ്യതകളുണ്ട്. അവിടെ മരിച്ചത് നാട്ടുകാരായിരുന്നുവെങ്കിൽ ഇവിടെ മരിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. പക്ഷേ അവരും നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവരിൽ 5 പേർ ഇപ്പോഴും മണ്ണിനടിയിലെവിടെയോ ഉണ്ട്. അവരെ പുറത്തെത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ മണ്ണിൽ ജോലിക്കെത്തിയ മനുഷ്യരാണ്. അവരുടെ ജീവൻ എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നമുക്കുമുണ്ട്. അതെല്ലാം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ദ്രുതഗതിയിലുള്ള വലിയ രക്ഷാപ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വലിയ വെല്ലുവിളികളുണ്ട്. കാരണം മഴ നിർത്താതെ പെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തോതിൽ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവിടെ ഈ രക്ഷാപ്രവർത്തനം മണ്ണ് നീക്കുന്ന ജോലികൾ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ആ സ്പോട്ടിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇടവേള കഴിഞ്ഞു.